ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു പ്രോഗ്രാം തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം, വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം, ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാം, 3 രീതിയിലും നമ്മൾ ഒരേ പ്രോഗ്രാം തന്നെ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിന്റ് ഈവൻ നമ്പേഴ്സ് അപ് ടു n. അതായത് n എന്ന് പറഞ്ഞൊരു വാല്യൂ ജനറൽ ആയിട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്. ആ ലിമിറ്റ് വരെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതിനെ ഒരു കമന്റ് ലൈൻ ആയിട്ട് മാറ്റുകയാണ്. കമന്റ് ലൈൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഹെഡർ ഫയൽ ആഡ് ചെയ്തു. stdio.h conio.h ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ void main എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഏതൊക്കെ വേരിയബിൾ വേണം? ഒരു ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ലൂപ്പിൽ ഒരു വേരിയബിൾ വേണം. ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ എടുത്തു. ഇനി ലിമിറ്റ് എൻ്റർ ചെയ്യണം അല്ലേ? ഈവൻ നമ്പേഴ്സ് അപ് ടു n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n എന്നുള്ളത് എത്ര വാല്യൂ എന്ന് നമുക്ക് അറിയത്തില്ല. അത് നമ്മളോട് യൂസറിനോട് ചോദിച്ചിട്ട് വേണം നമുക്ക് ആ വാല്യൂ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ ലിമിറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ n എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടെ എടുത്തു. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി CLR കൊടുത്തിട്ട് സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഇനി ആദ്യമേ തന്നെ യൂസറിന്റെ അടുത്ത് നമ്മൾ എന്ത് ചോദിക്കുകയാണ്? ആ ലിമിറ്റ് എൻ്റർ ചെയ്യാനായിട്ട് പറയുവാണ്. നമ്മൾ പ്രിന്റ് എൻ്റർ ദ വാല്യൂ ഓഫ് n എന്നോ അല്ലെങ്കിൽ എൻ്റർ ദ ലിമിറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ലിമിറ്റ് എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റർ ദ വാല്യൂ ഓഫ് n അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? റീഡ് ചെയ്യുക. %d, അഡ്രസ് ഓഫ് n എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ ആ ലിമിറ്റ് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ പ്രിന്റ് ചെയ്യണം അല്ലെ? അപ്പൊ അതിന് മുന്നേ തുടക്കത്തിൽ ഞാൻ പ്രിന്റ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഈവൻ നമ്പേഴ്സ് ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് ആദ്യമേ നമ്മൾ ചെയ്ത് നോക്കുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. അപ്പം ഈവൻ നമ്പേഴ്സ് യൂസിങ് ഫോർ ലൂപ്പ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് മാത്രം കൊടുക്കാം. ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എന്നുള്ള കീവേഡ് എഴുതണം. അപ്പോൾ അതിന്റെ കളർ മാറിയിട്ടുണ്ട്, വെള്ള കളറായിട്ടുണ്ട്. ഫോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. ഇനി അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3 എക്സ്പ്രഷൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആദ്യം എന്താണ്? നമ്മുടെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഇവിടെ ഐ എന്നുള്ള വേരിയബിൾ ആണ്. ഞാൻ അതിനെ 2 എന്നുള്ള വാല്യൂയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തു. ഈവൻ നമ്പർ അല്ലെ, നമുക്ക് 2 തൊട്ട് എത്രയാണോ ലിമിറ്റ് അതുവരെയുള്ള നമ്പേഴ്സ് കിട്ടണം. അപ്പം 3 എൻ്റർ ചെയ്തു. ഇനി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലെ? എന്നിന്റെ വാല്യൂ 10 ആയിരുന്നെങ്കിൽ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് മതി. അപ്പം ഐയുടെ വാല്യൂ നമ്മൾ 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് 2 ആണെങ്കിൽ 2 + 2 4, പിന്നെ 4 + 2 6, പിന്നെ 6 + 2 8, ദെൻ 8 + 2 10. ഇതാണ് നമുക്ക് ഈ ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 2 വെച്ച് ഈ ഐ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പം നമ്മുടെ ലിമിറ്റ് n, അതായത് 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ 10 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ളത് നമ്മൾ കണ്ടീഷൻ എഴുതി. n എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്തിരിക്കുന്ന ലിമിറ്റ്. ഈ അപ്ഡേഷൻ എന്താണ്? i i പ്ലസ് 2 വെച്ച് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാണ്. ഇനി അടുത്ത എന്താണ്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പ്രിന്റ് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ %d എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ ഞാൻ ഇവിടെ 2 സ്പേസ് കൊടുത്തു, എന്നിട്ട് %d ക്ലോസ് ചെയ്തു. സാധാരണ നമ്മൾ /n കൊടുത്ത് താഴെ പ്രിന്റ് ചെയ്യും. ഞാൻ ഇവിടെ ഒരൊറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യാനായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടാബ് കൊടുത്തിട്ട് സ്പേസ് കൊടുക്കാം. ടാബ് കൊടുക്കുമോ നിങ്ങൾക്ക്, അല്ലാതെ സ്പേസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് ഏത് വേരിയബിളിലെ വാല്യൂ വരണം? ഐ എന്നുള്ള വേരിയബിളിലെ വാല്യൂ വരണം. എന്നിട്ട് നമ്മൾ അതിനെ സെമിക്കോളൻ കൊടുത്തിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പിനാണെങ്കിലും വൈൽ ലൂപ്പിനാണെങ്കിലും ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഇതാണ് ഫോർ ലൂപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗെറ്റ് CH സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ക്ലോസ് ചെയ്തു. നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി. കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ കാണിക്കുന്നുണ്ട്. ഇവിടെ എറർ നോക്കിയാൽ മനസ്സിലാവും. ലൈൻ നമ്പർ കാണിച്ചിട്ടുണ്ട് 9 ആണ്. ഫംഗ്ഷൻ printf should have a prototype അല്ലെ? ഈ സ്പെല്ലിംഗ് തെറ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ആ ലൈൻ നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ലൈനിലേക്ക് നോക്കിയാൽ മതി. printf കറക്റ്റ് ചെയ്തു, ദെൻ എറർ ഇല്ല, റൺ ചെയ്തു. എൻ്റർ ദ ലിമിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ 10 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യാണ്. യൂസിങ് ഫോർ ലൂപ്പ് കറക്റ്റ് ആയിട്ട് 10 എന്നുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 10 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് കർസർ ബ്ലിങ്ക് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അടുത്ത നമ്പർ പ്രിന്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ചെന്ന് നിന്നായിരുന്നു, പക്ഷെ കണ്ടീഷൻ തെറ്റായതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു, അവിടെ പ്രിന്റ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പം ഫോർ ലൂപ്പിൽ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്തു? ഇനീഷ്യലൈസേഷൻ ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിന്റെ ഉള്ളിലേക്ക് വരും, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ നടത്തും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ, സെയിം പ്രോഗ്രാം തന്നെ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതി നോക്കാം. അപ്പോൾ നമുക്കൊരു printf കൊടുക്കാം. printf യൂസിങ് വൈൽ ലൂപ്പ് അല്ലെ? കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാ ലൂപ്പിന്റെ സ്ട്രക്ചർ പെട്ടെന്ന് മനസ്സിലാവും. വൈൽ ലൂപ്പ് ആണെങ്കിൽ എന്താണ്? ആദ്യമേ തന്നെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം അല്ലെ? ഐയുടെ വാല്യൂ ഇവിടെ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ ഇതിന് നേരെ ഐയുടെ വാല്യൂ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ തിരിച്ച് 2ലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 തന്നെ ഒന്ന് കൊടുക്കാം. ഐ ഈസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. വൈൽ ലൂപ്പിന് പുറത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇനീഷ്യലൈസേഷൻ കൊടുക്കേണ്ടത്. എന്നിട്ട് വൈൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. വൈൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പം ഈ കിടക്കുന്ന ഇനീഷ്യലൈസേഷനെ ലൂപ്പിന് പുറത്തേക്ക് കൊണ്ടുവരിക. അത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വൈൽ എന്ന് എഴുതുക. വൈൽ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ കണ്ടീഷൻ ഇതേപോലെ തന്നെ വൈലിന്റെ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? I less than or equal to n കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? പ്രിന്റ് അല്ല, ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. ഞാൻ ഇവിടെ എഴുതാണ് printf നേരത്തെ എഴുതിയ അതേ കോഡ് തന്നെ, ഒരു വ്യത്യാസവും %d കഴിഞ്ഞിട്ട് ടാബ് ഇട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി നമുക്കിവിടെ ആദ്യം നമ്മൾ ഈ ഫോർ ലൂപ്പ് നോക്കുക. ഫോർ ലൂപ്പിൽ ഐ ഈസ് ഈക്വൽ ടു 2 നമ്മൾ ആദ്യമേ ലൂപ്പിൽ കയറുന്നതിന് മുന്നേ എഴുതി. വൈൽ എന്നുള്ളതിൽ കണ്ടീഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ചതേ ആ ഫ്ലോ അങ്ങനെ തന്നെ ഓർത്താൽ മതി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ അപ്ഡേഷൻ എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം. അപ്പം സെയിം കാര്യം തന്നെ ഒന്ന് ഓർഡർ മാറ്റി എഴുതിയാൽ മതി. ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ അപ്ഡേറ്റ് ഓപ്പറേഷൻ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു i പ്ലസ് 2 എന്ന് കൊടുത്തു. ഇനി വേറെ ആവശ്യമൊന്നുമില്ല. ലൂപ്പ് ക്ലോസ് ചെയ്തു. ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്ത് നോക്കുക. ഒരേ കാര്യം തന്നെയാണ് രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഫോറിൽ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ഇനീഷ്യലൈസേഷനും കണ്ടീഷനും അപ്ഡേഷനും നടക്കുന്നുണ്ട്. വൈൽ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ വൈലിന്റെ പുറത്താണ്, കണ്ടീഷൻ മാത്രമേ വൈലിന്റെ ഉള്ളിൽ എഴുതത്തുള്ളൂ. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ
സ്റ്റേറ്റ്മെന്റും എഴുതണം, ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ തന്നെ എന്തും എഴുതണം, അപ്ഡേഷനും നടക്കണം. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാം. 10 എന്നുള്ള വാല്യൂ ഞാൻ എൻ്റർ ചെയ്തു. യൂസിങ് ഫോർ ലൂപ്പ് 2, 4, 6, 8, 10 കിട്ടിയിട്ടുണ്ട്. യൂസിങ് വൈൽ ലൂപ്പ് സെയിം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടാബ് കൊടുത്തതിലുള്ള ഒരു വ്യത്യാസം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ ഒന്ന് ഡു വൈൽ ലൂപ്പ് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പും പഠിച്ചായിരുന്നു. നമുക്ക് ഡു വൈൽ കൊടുത്തിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഡു വൈൽ കൊടുത്ത് പ്രിന്റ് ചെയ്തപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? വൈൽ ലൂപ്പ് നോക്കുക. ഓക്കെ, ഡു വൈലിനെ കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. വൈൽ ലൂപ്പ് നോക്കിയാൽ മതിയായിരിക്കും. ഡു വൈൽ ലൂപ്പിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രിന്റ് എഫ് കൊടുക്കാം. പ്രിന്റ് സ്ലാഷ് യൂസിങ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് എന്ന് ഞാനിവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഇനീഷ്യലൈസേഷൻ ആണ്. i is equal to 2. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡൂ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കിടക്കുന്ന കാര്യങ്ങൾ പ്രിന്റ് എഫും അപ്ഡേഷനും ചെയ്യണം. കാരണം ഡൂവിൽ എന്താണ്? ലാസ്റ്റ് ആണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രിന്റ് എഫ് %d, i പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു. i is equal to i+2 എന്ന് പറഞ്ഞ് ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഡൂവിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡൂവിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? വൈൽ എഴുതണം. വൈൽ പുറത്ത് പോരാൻ നേരത്തെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. i less than or equal to 2. എന്നിട്ടൊരു സെമിക്കോളനും കൂടെ കൊടുക്കണം. ഇത് രണ്ട് സ്ട്രക്ചറും കൂടി നിങ്ങൾ കമ്പയർ ചെയ്യുക. ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്തു, ഇവിടെയും ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്തു. അത് കറക്റ്റ് ആണ്. ഇവിടെ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തു. പക്ഷെ ഇവിടെ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. നേരെ ലൂപ്പിലേക്ക് കയറുവാണ്. അപ്പൊ ലൂപ്പിലേക്ക് കയറുവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡൂ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റേറ്റ്മെന്റ് എല്ലാം അതേപോലെ തന്നെ എഴുതി. എന്നിട്ട് ഈ ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ താഴെ കൊണ്ടിട്ട് എന്ത് ചെയ്തു? കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇവിടെ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇവിടെ അവസാനം കണ്ടീഷൻ ചെക്ക് ചെയ്തു. i less than or equal to 2 അല്ല, i less than or equal to ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇവിടെ അവസാനം കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഈ സെയിം കോഡ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഒരു പേപ്പറിൽ തന്നെ എഴുതി നോക്കുക. എന്നിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പം കാര്യം കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. റൺ ചെയ്തു. എൻ്റർ ദ ലിമിറ്റ്. ഞാൻ 10 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോർ ലൂപ്പ് യൂസ് ചെയ്തും ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടും ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടും ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒരു പേപ്പറിൽ എഴുതുക. പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിന്റെ സിന്റാക്സും ഫ്ലോ ചാർട്ടും പിന്നെ ഒരു എക്സാമ്പിളും ആണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞായിരുന്നു എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ലൂപ്പിന്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പൊ തുടക്കത്തിലെ തന്നെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്താണ്? അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പക്ഷെ ഡു വൈൽ ലൂപ്പിൽ എന്താണ്? നമ്മൾ പുറത്തിറങ്ങാൻ നേരമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരു തവണ തെറ്റാണെങ്കിൽ പോലും ഒരു തവണ എന്ത് ചെയ്യും? അത് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ 2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഐയുടെ വാല്യൂ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് മാറ്റിയിട്ട് 12 എന്ന് കൊടുക്കാം. ഓക്കെ, ഐയുടെ വാല്യൂ ഞാൻ തുടക്കത്തിലെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 12 എന്നും പറഞ്ഞാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഞാൻ 12 ആക്കി. ഐയുടെ ഇനീഷ്യൽ വാല്യൂ 12 ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എൻ്റർ ദ ലിമിറ്റ്. ലിമിറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ഒരു 10 എന്നുള്ള വാല്യൂ തന്നെ എൻ്റർ ചെയ്തു. ഇപ്പൊ കണ്ടോ, യൂസിങ് ഫോർ ലൂപ്പ് ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല, യൂസിങ് വൈൽ ലൂപ്പ് ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഡു വൈൽ ലൂപ്പിൽ ആ 12 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഡു വൈൽ ലൂപ്പ് പറഞ്ഞത്. അതായത് ഐയുടെ വാല്യൂ ഞാൻ 12 ആക്കിയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തത്. ഇനീഷ്യലൈസേഷന്റെ സമയത്ത് ഞാൻ ഐയുടെ വാല്യൂ എത്രയായിരുന്നു കൊടുത്തത്? 12 ആയിരുന്നു കൊടുത്തിരുന്നത്.
പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എൻ്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ നമ്മൾ എത്ര വാല്യൂ എൻ്റർ ചെയ്ത്? 10 എന്നുള്ള വാല്യൂ ആണ് എൻ്റർ ചെയ്തത്. 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ ലൂപ്പ് കൺട്രോൾ ചെയ്യേണ്ട വേരിയബിൾ ആയ ഐയുടെ വാല്യൂ 12ലേക്കാണ് തുടക്കത്തിലേ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നായിരിക്കും വരുന്നത് ആ സ്ഥലത്ത്. അങ്ങനെ വരുമ്പോൾ തുടക്കത്തിലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറത്തില്ല. പക്ഷെ ഡു വൈൽ ലൂപ്പ് എന്താണ്? ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് 12 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഇവിടെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് പുറത്ത് വന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ആദ്യം ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഈ 12 എന്നുള്ള വാല്യൂ ഇവിടെ കിടക്കുന്ന 12 എന്നുള്ള വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. എന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ്? കണ്ടീഷൻ തെറ്റാണെന്ന്. പക്ഷെ ഓൾറെഡി ഇത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് പോയായിരുന്നു. അപ്പൊ അതാണ് ഡു വൈൽ ലൂപ്പിന്റെ ഒരു പ്രത്യേകത. തുടക്കത്തിലെ തന്നെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ പോലും അത് ഒരു തവണ ഉറപ്പായിട്ടും ഡു വൈൽ ലൂപ്പ് ഒരു തവണ ഉറപ്പായിട്ടും പ്രിന്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. പക്ഷെ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും അങ്ങനെയല്ല. അത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ട് തുടക്കത്തിലെ തന്നെ കണ്ടീഷൻ തെറ്റാണെങ്കിലും അത് ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറില്ല. ഇത്രയാണ് ലൂപ്പിനെ കുറിച്ച് നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്. വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, പിന്നെ ഫോർ ലൂപ്പ്. അപ്പൊ മൂന്നും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പം എളുപ്പമുണ്ടായിരിക്കും. താങ്ക് യു.